ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഏറെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ലാക്മിയുടെ 925 സൺ എക്സ്പെർട്ട് സൂപ്പർ മാറ്റി സൺസ്ക്രീൻ ലോഷനുമായിട്ടാണ്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതില് SPF 50 ഉണ്ട്, പിന്നെ PA3+ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങാൻ കാരണം ഞാൻ എപ്പോഴും നൈക്കയിലും പർപ്പിളിലൊക്കെ ഓഫർ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാറുണ്ട്. എന്നിട്ട് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യുന്ന സൺസ്ക്രീന്, മോയ്സ്ചറൈസർ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്ഥിരം ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളില്ലേ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാറുണ്ട്. കാരണം ഓഫർ വരുമ്പോൾ നല്ല രീതിയിൽ ഓഫറിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അപ്പം തന്നെ ഞാൻ വാങ്ങി വെക്കും. അത് എൻ്റെ കയ്യിലുണ്ട് തന്നെയും ഒരു സ്റ്റോക്ക് ആയിട്ട് ഞാൻ വാങ്ങി വെക്കും. നമ്മൾ ഡെയിലി ബേസിൽ സൺസ്ക്രീൻ എന്നൊക്കെ വെച്ചാൽ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു റേറ്റ് കുറവിൽ ഒരു സൺസ്ക്രീൻ കണ്ടു. അതാണ് ഈ സൺസ്ക്രീൻ. സാധാരണ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് യൂട്യൂബിലൊക്കെ കയറി സെർച്ച് ചെയ്ത് അതിന്റെ റിവ്യൂ ഒക്കെ നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നല്ല റിവ്യൂ നോക്കിയിട്ടോ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങാറുള്ളൂ. കാരണം നമ്മൾ ഫേസിലും സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്നല്ലേ, അങ്ങനെ ഞാൻ വാങ്ങാറുള്ളൂ. നൈക്കയിൽ ഇതുപോലെ വേറെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും റേറ്റ് കുറവിൽ ഒരു സൺസ്ക്രീൻ കണ്ടു. അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും കൂടാതെ വാങ്ങിയ പ്രൊഡക്റ്റാണിത്. ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയപ്പോൾ കരുതിയത് ഫേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ കയ്യിൽ സൺസ്ക്രീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, ഇത്രയും റേറ്റ് അല്ലേ ഉള്ളെന്ന് കരുതി. സൺസ്ക്രീൻ റേറ്റിൽ ഞാൻ ഇതുവരെ അത്ര ഇതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പിക്ക് ചെയ്തത്. അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ കൈ കെട്ടി ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയപ്പം നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നത്. ഇത്ര റേറ്റ് കുറവിൽ ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ കിട്ടുകയാണെങ്കിൽ അതപ്പം നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തണമല്ലോ. അങ്ങനെ കരുതി ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ്. അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും നല്ലൊരു സൺസ്ക്രീൻ ആണ്. സാധാരണക്കാർക്ക് ഇപ്പൊ ഡെയിലി ബേസിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം പുറത്ത് പോകുമ്പോഴെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണക്കാർക്ക് എപ്പോഴും സൺസ്ക്രീനിന്റെ റേറ്റ് അറിയാമല്ലോ. കുറഞ്ഞതൊരു 300 രൂപ 400 രൂപ അത്രയൊക്കെ വരും. ആ റേറ്റിൽ പിന്നെ അത് ഓഫറിൽ വരുമ്പോൾ 280 290 300 ആ റേറ്റിലൊക്കെയാണ് നമ്മൾ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. ഞാൻ വാങ്ങുന്ന റീക്കുലൊക്കെ ആണെങ്കിൽ 580 670 750 ഒക്കെ വരെയായിരുന്നു നേരത്തെ അതിന്റെ പ്രൈസ്. ഇപ്പൊ ഒരു 650 590 ആ റേറ്റിൽ കുറഞ്ഞ് എനിക്ക് കിട്ടാറേ ഇല്ല. അപ്പൊ ഞാൻ ഇതുപോലെ റേറ്റ് കുറഞ്ഞ സൺസ്ക്രീൻ ഉണ്ട് നോക്കിയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. അത് നല്ലതാണെങ്കിൽ അത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താറുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ വേറെയും സൺസ്ക്രീനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തേക്കാം. അപ്പം 50 ഗ്രാമിന്റെ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു 3 വീക്കൊക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുകയില്ല ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ഇപ്പം നമ്മൾ പുറത്തിറക്കുമ്പം മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക്, സാധാരണക്കാർക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റേറ്റ് കുറഞ്ഞ സൺസ്ക്രീൻ ആണ് ഇത്. ലാക്മിയുടെ ഈ 925 എന്ന് പറഞ്ഞ സൺസ്ക്രീൻ. പിന്നെ റേറ്റ് കുറവാന്ന് വെച്ചാൽ പെർഫോമൻസിന് ഒന്നും ഒട്ടും പുറകോട്ടല്ല കേട്ടോ. SPF 50 ഉണ്ട്, PA3+ ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റിയും എല്ലാ പിന്നെ സൺസ്ക്രീൻ്റെ അത്ര ക്വാണ്ടിറ്റിയും ഉണ്ട്. 50 ml ആണ് ഉള്ളത് ഇതും കേട്ടോ. എല്ലാ സൺസ്ക്രീനും 50 ഗ്രാമൊക്കെയാണ് ഉള്ളത്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് 3 ഫിംഗർ റൂളിലോ അല്ലെങ്കിൽ 4 ഫിംഗർ റൂളിലോ ആണ്. ഇതിൽ ഇവർ പറയുന്ന P സൈസ് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി എന്നാണ്. P സൈസ് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ സൺസ്ക്രീൻ കവർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ സ്റ്റിക്കിയോ ഗ്രീസിയോ അങ്ങനെ ഒന്നുമില്ല. വൈറ്റ് കാസ്റ്റും ഇല്ല കേട്ടോ, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ മസാജ് ചെയ്ത് ഒരുപാട് നേരം ഇട്ട് ഉരച്ചുകൊണ്ടിരിക്കേണ്ട, നല്ല പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നതുകൊണ്ട്. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് കേട്ടോ. പിന്നെ ഈ സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്നെസ് നമ്മുടെ സ്കിന്നിൽ തോന്നില്ലേ, അതുപോലെ ഒരു സോഫ്റ്റ്നെസ് ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മുടെ ഫേസിൽ തരുന്നുണ്ട്. സ്കിൻ ഒന്ന് സോഫ്റ്റ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ BB ക്രീം CC ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫിനിഷ് നമ്മുടെ ഫേസിൽ ഉണ്ടാവത്തില്ലേ, അതുപോലെ ഒരു ഫിനിഷാണ് ഈ സൺസ്ക്രീൻ നമുക്ക് തരുന്നത് കേട്ടോ. ഒരു ലെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരില്ല, ഒരുപാട് പ്രൊഡക്റ്റ് വാരിപ്പത്താൻ ഇഷ്ടമില്ലാത്തവർ, മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെ അടിക്കടിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇത് ഒറ്റ പ്രൊഡക്റ്റ് ഇട്ടാൽ മതി. അതുപോലെ ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മോയ്സ്ചറൈസറിന്റെ ജോലി ചെയ്യും, സൺസ്ക്രീൻ്റെ ജോലി ചെയ്യും, അത് വേറൊരു കാര്യം. പക്ഷെ അതുപോലെ ഒരു എഫക്റ്റ് ആണ് ഈ സൺസ്ക്രീൻ കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാ സൺസ്ക്രീനും പോലെ ഇതും 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിന്റെ ടെക്സ്ചർ വന്ന ഇങ്ങനെയാണ്. ഇങ്ങനൊരു തിക്ക് കൺസിസ്റ്റൻസിയാ, അതുകൊണ്ട് തന്നെ കുറച്ചെടുത്താൽ മതിയാവും. നല്ല രീതിയിൽ നമുക്ക് ഫേസ് കവർ ചെയ്യുന്ന പോലെ തോന്നും കേട്ടോ. ഇത് കണ്ടോ, ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
ഇങ്ങനൊരു ഇതിലേക്ക് കിട്ടും. കണ്ടോ, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് കിട്ടും. നല്ലൊരു കവറേജ് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. CC ക്രീമും BB ക്രീമും ഒക്കെ അപ്ലൈ ചെയ്ത പോലെ ഒരു കവറേജ് പോലെ നമുക്ക് തോന്നുകയും ചെയ്യുവേ. മണമൊക്കെ ഒരു കാം സ്മെല്ലാണ് കേട്ടോ. അധികം സ്മെല്ലൊന്നുമില്ല, ചെറിയൊരു കാം സ്മെല്ല്. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ റേറ്റ് വന്ന് 339 രൂപയാണ്. എനിക്ക് ഓഫറിൽ കിട്ടിയ 186 രൂപയാണ്. അപ്പം 186 രൂപയ്ക്ക് ഒരു സൺസ്ക്രീൻ കിട്ടിയ ആരാണെങ്കിലും വാങ്ങിക്കാതിരിക്കുമോ? എല്ലാ സൺസ്ക്രീനും 300 രൂപ മേളിലല്ലേ നമുക്ക് പ്രൈസ് ചെയ്യാവുന്നത്. കുറഞ്ഞത് ഒരു 250 രൂപയ്ക്ക് മേളിലെങ്കിലും എത്ര ഓഫറിൽ വന്നാലും നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് 186 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോഴും 186 രൂപയ്ക്ക് പർപ്പിളിൽ കിടപ്പുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വാങ്ങിക്കഴിഞ്ഞ് ഇതിന്റെ റിവ്യൂ കയറി നോക്കിയായിരുന്നു. സാധാരണ വാങ്ങുന്നതിന് മുന്നേ നോക്കാറുള്ളത്. ഇത് വാങ്ങിക്കഴിഞ്ഞാണ് ഇത്ര രൂപയാണ് ഞാൻ ഇത് പിക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ നോക്കിയത്. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്കും നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇവർ ഇതിൽ പറയുന്ന ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുമെന്നാ. ഇവർ പറയുന്ന പോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ നോർമൽ സ്കിന്നിന് പറ്റും, ഡ്രൈ സ്കിന്നിനും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓയിലി സ്കിന്നിനും പറ്റും. കാരണം ഇതൊരു മാറ്റ് ഫിനിഷാണ് കൊണ്ടുവരുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ ജെനുവിൻ റിവ്യൂ മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി അത് യൂസ് ആക്കിയിട്ടുള്ള റിവ്യൂ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. ഒരു പ്രൊഡക്റ്റ് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ലെന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ റിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ പറ്റുമെന്ന് തോന്നുന്ന പ്രൊഡക്റ്റ് മാത്രം വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പ്രൈസി ആണെങ്കിലും പ്രൈസ് കുറഞ്ഞ പ്രൊഡക്റ്റ് ആണെങ്കിലും വാങ്ങിച്ച് നമ്മൾ യൂസ് ആക്കുന്നത് നമ്മുടെ ഫേസിലും നമ്മുടെ സ്കിന്നിലും ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ചേരാത്ത ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കും. കാരണം നമ്മൾ നമ്മുടെ ഫേസിൽ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് യൂസ് ആക്കുമ്പോൾ ചില സമയം നമ്മുടെ ഫേസിൽ ചെറിയ തരിപ്പിമ്പിൾ വരാറുണ്ട്. അതൊരു 1 വീക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ തരിപ്പിമ്പിളില്ലേ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ്. അല്ലാതെ നമ്മുടെ ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റഷസ് ഇച്ചിങ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴേ എത്ര പ്രൈസി ആണെങ്കിലും ആ പ്രൊഡക്റ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് വീണ്ടും വീണ്ടും നിങ്ങൾ യൂസ് ആക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എത്ര പ്രൈസി ആണെങ്കിലും ആ പ്രൊഡക്റ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂ കണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നിന് നല്ലതെന്ന് ഉറപ്പ് വരുത്തുന്ന പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ആക്കുക കേട്ടോ. ആരെങ്കിലും നല്ലൊരു സൺസ്ക്രീൻ വാങ്ങാൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ ലാക്മിയുടെ സൺ എക്സ്പെർട്ട് സൂപ്പർ മാറ്റി സൺസ്ക്രീൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ റിവ്യൂ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പിന്നീടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും. ബൈ.